എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്. ക്രിസ്മസിനൊക്കെ എല്ലാവരും അപ്പവും ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അധികം സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നെയ്മീൻ്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയൊരു നെയ്മീനായിരുന്നു, അതിൻ്റെ വട്ടത്തിനാണ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ 4 പീസാണ് എടുക്കുന്നത്. അപ്പോൾ നെയ്മീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ആവോലി എടുക്കാറുണ്ട്, കരിമീൻ എടുക്കാറുണ്ട്, വലിയ മീനുകളൊക്കെ എടുക്കാം. പിന്നെ ആവോലിക്ക് എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് പീസാക്കണമെന്നൊന്നുമില്ല, ആവോലി മുഴുവനായിട്ട് തന്നെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, അങ്ങനെ ഇടാറുണ്ട്. അപ്പം ഞാനിവിടെ 4 പീസ് ഫിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം നമുക്ക്. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ചാലും മതി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മീനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേക്കും അതിലെല്ലാം നന്നായിട്ട് അത് എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതവിടെ ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. ഇതിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയുടെ പാല് നമ്മൾ എടുക്കണം. 1-ാം പാലും 2-ാം പാലും ആയിട്ട് എടുക്കണം. ആദ്യം ഈ തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് അത് പിഴിഞ്ഞെടുക്കുന്നതാണ് 1-ാം പാല്. എന്നിട്ട് അതിനുശേഷം ആ തേങ്ങാപ്പീരയിൽ കുറച്ചുകൂടെ വെള്ളം കൂടുതൽ ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് 2-ാം പാല്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഇതെല്ലാം അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് വളരെ വലിയ പച്ചമുളകായിരുന്നു, നല്ല നീളമുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, വലുതായതുകൊണ്ട്. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10-12 അല്ലി, ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സവാള നീളത്തിന് അരിഞ്ഞതാണ്. അപ്പോൾ 2 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായിട്ടൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം, അരിഞ്ഞു വെച്ചിട്ടുള്ള. അപ്പോൾ ആ സവാള ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതൊന്ന് വാടി വരുന്നതാണ്. ഒരുപാട് സമയം അടച്ചു വെക്കുന്നു വേണ്ട, ഒരു 1-2 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ഉള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് വാടി വരണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ വീതം ഇട്ടാൽ മതി. കുരുമുളക് പൊടി 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ മുളക് പൊടിയും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് ഈ കുരുമുളകും പച്ചമുളകും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒരു ഇത്തിരി നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഓയിൽ ചൂടാവുമ്പോൾ ഫിഷ് എല്ലാം അതിൽ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മുരിച്ചെടുക്കൊന്നും വേണ്ട, 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം 1/4 വേവായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കറിയിലിട്ട് ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതിന് കറക്റ്റ് വേവായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കറിയിലിടുമ്പോൾ ഇത് പൊട്ടി പോവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടുന്നത്. പിന്നെ മാത്രമല്ല നല്ല ടേസ്റ്റും കൂടിയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ 2 സൈഡും അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് നേരത്തെ വാട്ടി കൊണ്ടിരിക്കുന്ന ആ സവാള അത്യാവശ്യം വഴൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ രണ്ടാം പാലും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ ഫിഷ് ഫ്രൈയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിക്കുന്നതും ഫിഷ് ഫ്രൈ ആഡ് ചെയ്യുന്നതും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അത് ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല. രണ്ടാം പാൽ ഒഴിച്ചു, ഈ ഫിഷ് ഫ്രൈ അതിലേക്കാക്കി, എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ രണ്ടാം പാൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ രണ്ടാം പാൽ കൂടുതൽ ഒഴിക്കാം. ഇപ്പം ഞാൻ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഗ്രേവിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ കൂടുതൽ ഗ്രേവി ആയി കഴിഞ്ഞാൽ ലൂസായി പോകും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ തേങ്ങാപ്പാലിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ മതി. ഇനിയിപ്പോൾ അത്യാവശ്യത്തിന് കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് തിളച്ചാൽ മതി. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കാറില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടി, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയും ഒക്കെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ പുളിപ്പ് ഫിഷ് മോളിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്കിയിട്ടുണ്ട് ചെറുനാരങ്ങ നീര്. എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അവസാനം നമ്മൾ തീ ഓഫ് ചെയ്യാൻ നേരത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഞാൻ ഒരുപാട് തവണ പറയാറുള്ളതാണ്, പക്ഷേ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതെന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. വളരെ നല്ല ഒരു കോമ്പിനേഷനാണ് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.